ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റിയൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, അധികം ടൈമൊന്നും വേണ്ട. ഒരു 5-10 മിനിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഐറ്റം റെഡിയാക്കി എടുക്കാൻ പറ്റും. വേറെ ഒന്നുമല്ല, തമ്മിലും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും, കേക്ക് ലോലിപോപ്പാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ വളരെയധികം ഇഷ്ടമാവും. കുട്ടികൾ സ്നാക്സ് ബോക്സിലൊക്കെ ഇതുപോലത്തെ ബോളുകളായിട്ട് വെച്ച് കൊടുത്താൽ പോലും കുട്ടികൾ വളരെയധികം ടേസ്റ്റിയോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പറ്റിയ അടിപൊളി റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ലോലിപോപ്പ് ഉണ്ടാക്കാന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൽ കാൽഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഞാൻ ഒരു ബൗള് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലേക്ക് ഞാൻ ബൗള് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ മുഴുവനോട് എടുക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും മെൽറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ഈ ടൈമിൽ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കണം. അപ്പൊ ഞാനിവിടെ കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ട് വീട്ടിലുണ്ടാക്കിയെടുത്ത കേക്കാണ്. അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ വേറെ ദിവസം ഇട്ട് തരാം കേട്ടോ. അപ്പൊ ഞാനത് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അപ്പൊ ഇതിൽ എഗ് ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഹെൽത്തി ആയിരിക്കും. അപ്പൊ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് അങ്ങനെ ഉടച്ചു കൊടുക്കാം, വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവേർഡ് സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂട്ടല്ല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതൊന്ന് കുഴച്ചെടുക്കാൻ നല്ലൊരു സോഫ്റ്റായി കിട്ടാനും അതുപോലെ തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നമുക്കിതുപോലെ കുറച്ച് സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നമുക്ക് കുഴച്ചിട്ട് നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാകമാണ് ഇതിന്റെ കണക്ക്. അപ്പൊ അതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇത് മോൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സ്നാക്സ് ആണ്. അത് കാരണമാണ് ഞാൻ ഗോതമ്പൊടി വെച്ചിട്ടുണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടില് നമ്മുടെ വീട്ടിലിരിക്കുന്ന കേക്ക് നമുക്ക് ചെലവാവാണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ കുട്ടികൾ കഴിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ നമുക്ക് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും. കറക്റ്റ് അളവിലുള്ള ബോൾ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ടീസ്പൂൺ ഉണ്ടാവില്ലേ, നമ്മള് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ സ്പൂണിന്റെ ഒക്കെ സൈസ് ഉണ്ടാവില്ലേ, അപ്പൊ അതിൽ വെച്ചിട്ട് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവ് കിട്ടും. അപ്പൊ പിന്നെ അത് ബോളാക്കി എടുക്കുമ്പോൾ ഒരേ സൈസുള്ള ബോളുകൾ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് വരുമ്പോൾ പലതും പല സൈസുള്ള ബോളുകളായി വരും. അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മെഷർ ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കുകയാണെങ്കിൽ ഏകദേശം കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കിട്ടും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ബോളാക്കി എടുത്താലും മതി കേട്ടോ. ഇപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബൗളൊന്ന് മാറ്റി വെക്കണം. പൊടിച്ചെടുത്ത കേക്ക് 2 കപ്പായിരുന്നു, അതായത് 250 ml കപ്പിൽ 2 കപ്പ്. അപ്പൊ ഇതൊരു ഗോട്ടിക്കായുടെ വലുപ്പത്തിലാണ് ഞാനിപ്പോ ഇതൊന്ന് ബോളാക്കി എടുക്കാൻ പോകുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ടൂത്ത് പിക്കാണ്. ടൂത്ത് പിക്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂത്ത് പിക്കിന് താങ്ങില്ല. ഇപ്പൊ വലിയ സ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഗോട്ടിക്കായുടെ വലുപ്പം വേണ്ട കുറച്ച് വലിയ ബോളുകളാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഓരോന്നും ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. റൗണ്ട് ഷേപ്പായി വരാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാ സൈഡും ഒന്നും ഇങ്ങനെ അകന്നിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം കൈ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ബോളാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാതും ബോളാക്കി എടുക്കണം. അതാണ് നമുക്ക് ആകെ കൂടിയുള്ള ഒരു പണി. ഇതൊരു 5 മിനിറ്റ് ഉണ്ടായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. കുട്ടികൾക്ക് അപ്പൊ ഉച്ചരിയുമ്പോൾ 4 മണിക്ക് കൊടുക്കാനും പറ്റും. നമ്മൾ ബോളാക്കി എടുക്കുമ്പോൾ ഇതുപോലെ പൊട്ടി വരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച അളവ് കുറവാണെന്നാണ്. അപ്പൊ നമുക്കൊരു നുള്ളും കൂടിയും ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ആ ഒരു ടൈമിൽ ചേർത്തില്ല എന്ന് വെച്ചിട്ട് ടെൻഷനൊന്നും വേണ്ട, ഇങ്ങനെയായാലും ചേർത്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ആക്കുമ്പോഴേക്കും നമ്മുടെ ബോളായി വരും. അപ്പൊ നല്ല കട്ടയായി വരികയാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളങ്ങനെ കേക്കൊക്കെ ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 10-22 ബോൾസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ടൂത്ത് പിക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ടൂത്ത് പിക്ക് എടുക്കുക. ആദ്യം തന്നെ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അതിന് ശേഷം നമ്മൾ ഒരു ബോൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കയറിപ്പോയിക്കോളും. ഒരു പകുതി ലെവലിൽ നമ്മളിത് വെച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ ചോക്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ മുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇത് എക്സസ് ആയി വന്നത് നമ്മളൊന്നും ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ പോവുകയും ചെയ്യും. നമുക്കിതൊന്ന് 2 മിനിറ്റ് ഇങ്ങനെ ആക്കി കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ചോക്ലേറ്റ് ഒക്കെ നിന്ന് താഴേക്ക് പോവും. ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് നമ്മുടെ ബോൾ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലേക്ക് എക്സസ് ആയിട്ടുള്ളത് വരും. അത് നമുക്കൊന്ന് കൈ കൊണ്ട് തുടച്ചു കൊടുത്തതിന് ശേഷം ഞാനൊരു തെർമോക്കോളിലേക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ഉണ്ടാക്കി ഞാൻ പകുതി എണ്ണം ചോക്ലേറ്റ് മാത്രം ആക്കിയിട്ട് ചോക്ലേറ്റിൽ മാത്രം മുക്കിയിട്ട് ഞാൻ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചു. ബാക്കി പകുതിയിൽ എല്ലാത്തിലും ടൂത്ത് പിക്ക് കുത്തി വെച്ചു കേട്ടോ. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. ഒരു ബോൾ എടുത്തതിന് ശേഷം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഞാനൊരു കുഞ്ഞു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുള്ളതാട്ടോ. ഈ ചോക്ലേറ്റിന്റെ ഈ കേക്ക് ബോൾ വെച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കുക. ആക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഇതിൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന ചോക്ലേറ്റ് ഒക്കെ താഴേക്ക് പോയിക്കോളും. എല്ലാ സൈഡും ആവാത്തുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ. എല്ലാ സൈഡിലേക്കും ആയിട്ടുണ്ട്. നമുക്കിത് നീക്കി വെക്കാം. അതിനുശേഷം ഈ ഒരു പ്ലേറ്റ് ഇവിടെ അടിയിൽ വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കണ്ടില്ലേ ഇങ്ങനത്തെ ഇത് എടുത്തിട്ടുണ്ട്, ചോക്ലേറ്റിൻ്റെ ഇത് വൈറ്റ് കളറിലത്. അതിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ എല്ലാ സൈഡിലേക്കും ഒന്നിങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ആവശ്യമില്ലാത്തത് താഴെ വീഴുന്നത് നമുക്ക് പിന്നെ എടുത്തിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ പ്ലേറ്റ് വെച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാ സൈഡിലേക്കൊന്നും നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടിരിക്കുന്ന കാരണം അതിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു. തെർമോക്കോളിന്റെ മുകളിലേക്ക് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. നമുക്ക് തെർമോക്കോളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ ഫ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു 5-10 മിനിറ്റ് ഉണ്ടായാൽ നമ്മുടെ വീട്ടിൽ പഴയ കേക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പാർട്ടിക്കായാലും കുട്ടികൾക്കായാലും വെച്ചുകൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ പ്ലെയിനായിട്ട് ചോക്ലേറ്റ് കേക്ക് ലോലിപോപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചിലാണെന്നുണ്ടെങ്കിൽ വൈറ്റ് വെർമസലി അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുത്തു കിട്ടും. അപ്പോൾ ഇതിനെ പോലത്തെ പല കളറുള്ളതുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.